ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പാഴുകൾ സമരമുഖം കണ്ടോടി നിന്നിതാ പരുങ്ങുന്നു. നോക്കുവിൻ കമ്മികളെ, നിങ്ങളെ സഖാക്കളെ എന്ന് വിളിക്കാൻ എനിക്കിപ്പോ തോന്നുന്നില്ല. അന്തം കമ്മികളെ നിങ്ങൾ വന്ന വീതിയിൽ. അശ്വനി നോക്ക്, ഈ ചെളിവെള്ളമാണ് ഞങ്ങൾ ആ സെക്രട്ടറിന്റെ മുന്നിൽ പ്രതിഷേധമായിട്ട് പോകുമ്പോ എടുത്ത് ഒഴിക്കണത്. നോക്ക്, എന്തിനാ വിരോധാഭാസമാണ് ഇവിടെ നടക്കണേന്ന്. ഇപ്പോഴാണ് ആ പാട്ട് കറക്റ്റ് ആയത്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പാഴുകൾ. പാഴല്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തെ കുറിച്ച്, ആരോഗ്യം സംരക്ഷിക്കണം, ആരോഗ്യം പരിപാലിക്കണം എന്ന് പറയുന്ന കൂട്ടരാണ് ഈ ചെളിവെള്ളമൊക്കെ പ്രതിഷേധക്കാരെ ദേഹത്തെടുത്ത് ഒഴിക്കുന്നത്. മറ്റേ ഷിഗല്ലയോ മറ്റേ രോഗം എന്തെന്ന്, ഏതോ തോട്ടിന്ന് വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ ദേഹത്ത് ഒഴിക്കുകയാണ്. ഞങ്ങൾ സമരമായിട്ട് പോകുമ്പോൾ എന്റെ ദേഹത്തൊക്കെ വെള്ളം വീണു കണ്ടോ. അമീബിക്ക് മഷ്ടിക്ക് ജ്വരമൊക്കെ ഉള്ള ആ വെള്ളം ഞങ്ങളുടെ ദേഹത്തേക്ക് ഒഴിക്കാമോ? മോശമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഈ വൃത്തിയായിട്ട് വെള്ളമോട് ഞങ്ങൾ നാട്ടുകാരെ ചോദിക്കുന്നത്. നിങ്ങളുടെ ഭരണകാലത്ത് പിന്നെ എല്ലാവരുടെയും ദേഹത്തോട്ട് മറ്റേ പനിനീര് തള്ളിയാനേ എന്ന് പറഞ്ഞു ചോദിച്ചത്. തളിച്ചെങ്കിൽ അങ്ങോട്ട് പരാതി പറയണമായിരുന്നു. വായുമ്പൂട്ടി ഇരുന്നേ. ഞങ്ങളാണെങ്കിൽ ഇതൊന്നും വച്ചു പ്രവർത്തിക്കുന്നില്ല. നാടകം കളിക്കുമ്പോ ഒരു മെനയുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? അല്ല, സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഇവിടുത്തെ വെള്ളം നോക്കി കാണുമ്പോ തന്നെ അശ്ലീലം. അതെ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് കൊണ്ടുപോവാ. സഭയിലോട്ട് പിണറായി കൊണ്ടുവന്ന് ഞാൻ കാണിക്കട്ടെ, അതൊന്ന് കാണിക്കട്ടെ. സഭയിലോട്ട് പിണറായി മറ്റേ പേപ്പർ കവറിനകത്ത് ഏതാണ്ട് പൊതിഞ്ഞു കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഉണ്ണിയപ്പോ പഴംപൊരിയോ വല്ലതും ആയിരിക്കുമെന്ന്. നോക്കിയപ്പം മറ്റേ ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ നിന്ന് ഊരി അങ്ങോട്ട് എടുക്കുക. കണ്ടോ ഇത്? ഈ വെള്ളമാണ് എന്റെ പിള്ളേരുടെ മണ്ടയിലോട്ട് ഒഴിച്ചതെന്ന്. നോക്ക് അശ്ലീല വെള്ളം എന്റെ പിള്ളേരുടെ ദേഹത്തോട്ട് ഒഴിക്കുന്നാടാ എന്ന് ചോദിച്ചോണ്ടിര. ഞങ്ങളൊക്കെ വൃത്തിയുള്ളവരാണ് കേട്ടോ. ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ അശ്ലീല വെള്ളം ഒഴിച്ച്. അശ്ലീല വെള്ളവോ? അഴുക്ക വെള്ളം. അഴുക്ക വെള്ളം. തിരുവനന്തപുരം പറയണ. ഓ എന്തിനത് കഷ്ടം തന്നെ. അഴുക്ക വെള്ളങ്ങളൊക്കെ ഒഴിക്കാൻ പാടുണ്ടോ? അതെ, വല്ല തോട്ടി കിടക്കണ വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾ അമ്മയിടഞ്ചാൻ തോട്ടില് വല്ലോ ആയിരിക്കും. അശ്ലീലം തന്നെ. അശ്ലീലമല്ല, അഴുക്ക വെള്ളം. എന്താണ് ഇങ്ങനെ ഒഴിക്കാമോ? മോശമല്ലേ? ഞങ്ങൾ എങ്ങനെ ഇനി സഭയിൽ അതീവ ഗുരുതരമായ വിഷയത്തെ കുറിച്ചായിരുന്നു പിണറായി ഇന്ന് സംസാരിച്ചത്. എന്റെ പിള്ളേരുടെ ദേഹത്തോട്ട് അഴുക്ക വെള്ളങ്ങൾ ഒഴിച്ചെന്ന്. പോലീസ് നിങ്ങളെ വീട്ടുകാരുടെ ദേഹത്ത് നിങ്ങൾ ഒഴിക്കുവോ? പോലീസ് അതാണ് അത് നിങ്ങൾ അങ്ങോട്ട് ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയുടെ ബട്ടൺ ഞെക്കി പൊട്ടിക്കുകയായിരുന്നു മലയാളികൾ. നിങ്ങൾ മറ്റേ പനിനീര് തള്ളിയാനെ. നിങ്ങൾക്ക് വായിൽ നാക്കില്ലായിരുന്നോ? നിങ്ങൾ ദേഹത്ത് ഇങ്ങനെ ഒഴിച്ചെങ്കിൽ നിങ്ങൾക്ക് അന്ന് പരാതിപ്പെടാൻ നാക്കില്ലായിരുന്നോ? എവിടെയായിരുന്നു? അതാണ് ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത്. മൈന്യൂട്ട് തെറ്റുകൾ വരെ ഞങ്ങൾ കാണിച്ചു. പക്ഷേ സ്ക്രിപ്റ്റ് ഒത്തില്ല. ഞങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കുമ്പോ വെള്ളം മേളോട്ടല്ല എണ്ണ പോന്ന, താഴോട്ടാ. രാജനൊക്കെ കോരി എടുത്തോണ്ട് വന്ന വെള്ളം എവിടുന്ന് എടുത്തതായിരുന്നു? അതിങ്ങനെ പിടിച്ചെടുത്തതായിരുന്നു. അല്ലല്ല, ഫോട്ടോകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. താഴേന്ന് കോരി കുപ്പിയിൽ ഒഴിക്കുന്നത് കണ്ടില്ലായിരുന്നു അന്തം കമ്മികളെ? അത് പിന്നെ താഴേന്ന് കോരി വെള്ളം ഒഴിക്കുന്നു. അതായത് ഓൾറെഡി അഴുക്കായി കിടന്ന നിലത്ത് വന്ന് വീണ ജലപീരങ്കിയിലെ വെള്ളം, അതായത് മൊത്തം ചെളിയായി കിടക്കുന്ന വെള്ളം, ആ വെള്ളമാണ് മന്ത്രി രാജൻ കോരി ഒഴിച്ചത്. ഞങ്ങൾക്ക് BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇവിടുത്തെ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഈ പരാതി ഉന്നയിച്ചിരുന്നില്ലേ ദേഹത്ത് ചെളിവെള്ളം ഒഴിക്കുന്നത്? അപ്പൊ ഞങ്ങൾ മാത്രമല്ലല്ലോ ഇത് പറയുന്നത്. ഇത് ഗൗരവമായ വിഷയമാണ്. ജനാധിപത്യ രീതിയിൽ ഇവിടെ സമരം നടത്തുമ്പോൾ അഴുക്ക വെള്ളം ഒഴിച്ച് ഞങ്ങള് അടിച്ചമർത്താമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ ഇനി സമരമായിട്ട് വരും. ഇനിയും ചീത്ത വെള്ളം കൊണ്ട് ഞങ്ങൾ ദേഹത്തൊഴിച്ചല്ലോ ഇവിടുത്തെ പോലീസ് ഞങ്ങൾ ആരാണെന്നാണ് അറിയും. ഞങ്ങള് കമ്മിക്കുട്ടികൾ ആരാണെന്ന് അറിയും. കമ്മിക്കുട്ടികൾ ആരാന്ന് എല്ലാവർക്കും അറിയാലോ. മുണ്ടോട്ടി പൊക്കി പ്രതിഷേധിക്കോ? പിന്നാമ്പുറം ചൊറിയേണ്ടി വരും കേട്ടോ തോട്ടിലെ വെള്ളമാണെങ്കിൽ. ആര് ഇനി ഞങ്ങൾ മുണ്ടിപ്പൊക്കി പ്രതിഷേധിക്കാൻ വന്നാൽ അങ്ങനെ ചൊറിയാൻ വയ്യാതെ ഒരാൾക്ക് ചൊറി പിടിച്ചെന്ന് അങ്ങനെ നമ്മൾ അറിഞ്ഞത്. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഇപ്പൊ സമരത്തിനൊന്നും ഇല്ലെന്ന്. ഞങ്ങൾ പുതിയ സമരക്കാരെ ഇറങ്ങി നിങ്ങൾ കണ്ടില്ലേ? ചോരച്ചാലുകൾ നീന്തി കയറിയ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഈ ചെളിവെള്ളം വെച്ച് അടിച്ചമർത്താമെന്ന് ആരും ഇവിടെ മനവും കോട്ട കെട്ടണ്ട. ഞങ്ങൾ ഇനിയും ഇറങ്ങും. പക്ഷേ ഞങ്ങളുടെ ചെളിവെള്ളം കൊണ്ടുവന്നിട്ട് നിങ്ങൾ മറ്റേ നിയമസഭ നാറ്റിച്ചത് അവിടെ നിൽക്കട്ടെ. മറ്റു ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ചെളിവെള്ളം ചെറിയ പ്രശ്നമോ? അല്ലല്ല, വലിയ പ്രശ്നം. നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോ അവരോട് എന്തൊക്കെ കാണിച്ചോ തിരിച്ചു അവർ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. അതായത് നിങ്ങളുടെ 10 വർഷത്തെ ഭരണകാലത്ത് ജലപീരങ്കി പ്രയോഗിച്ചതിനെതിരെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരും നിരന്തരം പരാതിപ്പെട്ടിട്ടുണ്ട്. അറിയത്തില്ലേ കമ്മിക്കുട്ടി? ചെളിവെള്ളമാണ് ഞങ്ങളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. കൊടുക്കുന്നതല്ലേ തിരിച്ചു കിട്ടൂ. മനസ്സിലായില്ലേ? അതായത് മനസ്സിലാക്കണം, കൊടുത്താൽ തിരുവനന്തപുരത്തും കിട്ടൂന്ന്. മനസ്സിലായോ?
അപ്പൊ ഇതും ഈ 10 വർഷം ഇനി അല്ല 5 വർഷം നിങ്ങൾക്ക് അഴുക്കവെള്ളം തന്നെയായിരിക്കും. അപ്പൊ ഈ ആരോപണം വട്ടത്തിലും നീളത്തിലും ഒക്കെ അങ്ങ് ആകും. എന്നാ പിന്നെ ഞാൻ പറയാനുണ്ട്. ബ്രക്കാടിക്ക് വേണ്ടി മദ്യ നിരോധനം. ബ്രക്കാടിയല്ല, പിന്നെ അവർക്ക് വേണ്ടിട്ട് ബെക്കാടിക്ക് വേണ്ടി ഇവിടെ അതുപോലും പറയാനറിയത്തില്ല. അതിനു വേണ്ടി ഇവിടെ മറ്റേ നികുതി ഇളവ്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഒരു മനുഷ്യ അവിടെ കിടന്നിട്ട് തൂഫാൻ അത് ഇതെന്ന് പറഞ്ഞ് ലഹരിക്കെതിരെ വൻ പോരാട്ടം. മറുവശത്ത് വി ഡി സതീശൻ ഇരുന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിനൊക്കെ നികുതി ഇളവ്. എന്തൊരു വിരോധാഭാസം. ഈ പദ്ധതി ആദ്യം വന്നത് ആരുടെ കാലത്തായിരുന്നു? പിണറായി സർക്കാരിന്റെ കാലത്ത് 2023 മുതൽ ആവശ്യം ഉയരുന്നതാണ്. പക്ഷെ അന്ന് സർക്കാർ അതിൽ വലിയ എന്താണെന്നറിയത്തില്ല, അന്ന് നിങ്ങൾ തീരുമാനം എടുക്കാഞ്ഞത്. കാരണം മദ്യം എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴുന്നവരായിരുന്നു. പക്ഷെ അന്ന് സർക്കാർ ആ ഫയൽ അങ്ങ് മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ സതീശന്റെ കാലത്ത് വന്നപ്പോഴത്തേക്ക് ധൃതി പിടിച്ചായിരുന്നു ഫയലിലെ നീക്കങ്ങളൊക്കെ. അതാണ് പറഞ്ഞത്, ബെക്കാടി മദ്യ ലോബികൾക്ക് വേണ്ടി സതീശൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. തന്നെയല്ലേ എനിക്ക് പറയാനുള്ളത്, വി ഡി സതീശന്റെ നിലപാട്, എന്റെ ദൈവമേ, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ 10 നിലപാട് പറയും ഒരു മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യന് മാറാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതേ പ്രശ്നത്തിൽ സർക്കാരിന്, അന്നത്തെ പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനം നടത്തിയ ആളാ. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവെന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ ഇത് ഇവിടുത്തെ മദ്യലോബികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് അന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ കയറിയപ്പോ ദാണ്ട് കിടക്കും. മോശം നിലപാടുകളാണ് നിങ്ങളുടെ നിലപാടുകളുടെ രാജകുമാരൻ. അതവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഇരട്ടച്ചങ്കൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ മറ്റേ കൂട്ടുകച്ചവടം ഞാൻ അനുവദിക്കില്ല എന്ന് പിണറായി ഇപ്പൊ പറയുന്ന നിങ്ങൾ 10 വർഷം എന്തായിരുന്നു കാണിച്ചത്? മദ്യപ്പുഴയും തോടും കടലും ഒക്കെ ഒഴുക്കുകയായിരുന്നില്ലേ ഇവിടെ? എന്നിട്ട് ഇപ്പൊ വന്നിരുന്നു പറയാണ് ഞാൻ അനുവദിക്കില്ലെന്ന്. ഞാൻ ജീവനോട്, അത് പറഞ്ഞ ഡയലോഗാണ് കോമഡി. സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെ മദ്യം ഇവിടെ ഒഴിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതെയാണ് യുവതലമുറയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മുക്കിന് നിങ്ങൾ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയതോ? അത് വേണമെന്നുള്ളവർ പോയി മദ്യവർജനം പറഞ്ഞ് അധികാരത്തിൽ വന്ന നിങ്ങൾ എന്താണ് 10 വർഷം കാണിച്ചത്? 10 വർഷത്തെ പാലക്കാട് എലപ്പുള്ളിയിലെ ആ സാധാരണക്കാരുടെ കുടിവെള്ളം മുട്ടിച്ച് ബ്രൂവറിക്ക് മറ്റേ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി ഭൂമി അനുവദിച്ചവരല്ലേടോ നിങ്ങള്? അല്ലേടോ നിങ്ങള് ബ്രൂവറിക്ക്? അയ്യോ, ആ ബ്രൂവറിക്കകത്തോടെ നിങ്ങൾ എന്തുവായിരുന്നു? പനിനീരായിരുന്നു ഒഴിക്കാനിരുന്നത്? എന്നാ ഞാൻ അടുത്ത ആരോപണം പറയട്ടെ. ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. ഈ കാര്യത്തിലൊക്കെ മറ്റേ നിലപാട് പറയാൻ പിണറായിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പൊ വന്നിരുന്നു മറ്റേ ചരിത്ര പ്രസംഗം നടത്തുന്നു. എന്നാ ഞാൻ അടുത്ത ആരോപണം പറയട്ടെ. 10 വർഷമില്ലാത്ത പവർ കട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. കേരളത്തിൽ 10 വർഷം നിങ്ങൾ അവസാനം ഇറങ്ങി പോകാൻ പോകുന്ന കാലഘട്ടത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു. അത് ഞങ്ങൾ മാക്സിമം പരിശ്രമം. 10 വർഷം നിങ്ങൾക്ക് നൽകിയില്ലേ? 10 വർഷം എന്ന് പറയുന്നത് ചുമ്മാത്ത കണക്കാണോ? 10 വർഷം ഇവിടെ ഇരുട്ടത്ത് ഞങ്ങൾ ഇരുത്തിയോ നിങ്ങളെ? അത് ചുമ്മാ കണക്കാണോ? പോകാൻ നേരത്തെ 2 ദിവസം കറണ്ട് പോയതാണോ വലിയ ആനക്കാര്യം? ഇപ്പോഴത്തെ ദിവസം പോകാൻ പോണ്. അനുഭവിച്ചോ? കേരളത്തിലെ എല്ലാരും അനുഭവിച്ചോ? അന്ന് വലിയ കാര്യത്തിൽ ഒരാൾ പറഞ്ഞു ഇത് പവർ കട്ടല്ല, നിങ്ങൾ നേരിട്ട് ഇറക്കിയായിരുന്നല്ലോ. ആരാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ചവര് രാഹുൽ ഏത് ഡാഷ് മോനാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ച രാഹുൽ എവിടെ? പവർ കട്ട് വരാൻ പോണേ അറിഞ്ഞോ? അല്ലതും ഇന്ന് സമ്മതിച്ചു വൈദ്യുതി മന്ത്രി. അങ്ങനെ തന്നെ വേണം. ഞങ്ങൾ 10 വർഷം പൊന്നുപോലെ നിങ്ങളെ നോക്കിയില്ലേ, അതുപോലെ മറ്റൊരാൾ കേട്ടല്ലോ. ഏതവനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഉത്തരവാണ് കേട്ടോ. ചില കാര്യത്തിലൊക്കെ ഇവര് പറയും. അതെ പവർ കട്ട് വരാൻ പോകുന്നു. ഇനി അടുത്ത ആരോപണം പറ. അടുത്ത് വരുന്നില്ല. അടുത്ത് എന്തൊക്കെയുണ്ട്, പക്ഷെ അങ്ങനെ വരുന്നില്ല. എന്താ? അപ്പൊ 3000 എവിടെ? 2000 3000 ആക്കുന്നു. 3000 എവിടെ? എവിടെ 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 ചോദിക്കേ? എവിടെ എവിടെ 3000? സമരം ചെയ്യാം, അങ്ങോട്ട് സമരം ചെയ്യാൻ ചെളിവെള്ളം. PM ശ്രീയിൽ എന്തായി? ഇവര് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ മുന്നോട്ടല്ലായിരുന്നോ പോയത്? ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴേക്ക് CPI തടഞ്ഞില്ലേ? ഇത് മറ്റേ സ്വരാജ് മറ്റേ ആധികാരികമായ മണ്ടത്തരം പറഞ്ഞില്ലേ? അതായത് പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആദ്യം പദ്ധതിയിൽ ഒപ്പുവെക്കണമല്ലോ, എന്നാലല്ലേ പിന്മാറാൻ കഴിയൂ. അതുകൊണ്ട് പിണറായി സർക്കാർ ഒപ്പുവെച്ചു, പിന്നെ പിന്മാറി. അതുപോലെ ആയിരിക്കും ഇവര് പിന്മാറുന്നതിന് വേണ്ടി ഇനി ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും. ഏട്ടോ, നിങ്ങൾ 2 കൂട്ടരും കൂടി ചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വട്ടത്തിലും നീളത്തിലും പറ്റിച്ചോണ്ടിരിക്കുകയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം BJP മനസ്സിലായില്ല ശരിയാകും. അയ്യോ, അവന്മാരെ തീരെ നമ്മൾ അടുപ്പിക്കത്തില്ല. ആ 3 എണ്ണം കിട്ടിയതിൽ തന്നെ വേവലാതിയാ നമുക്ക്. പക്ഷെ നിങ്ങൾക്ക്
ഞങ്ങൾക്ക് വേവലാതിയില്ല. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡീൽ ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് സീറ്റ് കൊടുക്കുന്നത്, നമുക്ക് നന്നായിട്ട് അറിയാം. ഇവര് മറ്റേ നിയമസഭയിൽ പിണറായി സതീശനെ കാണുമ്പോൾ തിന്നാൻ നിൽക്കുന്നു, സതീശൻ പിണറായിയെ കാണുമ്പോൾ വിഴുങ്ങാൻ നിൽക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും പരിപാടിക്ക് ചെല്ലുമ്പോഴത്തേക്ക് അനിയാ ചേട്ടാ, അത് ഞങ്ങളുടെ ഐക്യത. രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനകൾക്ക് അന്തം കമ്മികളും KSUം യൂത്ത് കോൺഗ്രസ്സുകാരും തെരുവിൽ കിടന്ന് അടികൊള്ളുന്നതും ചന്തി പൊള്ളുന്നതും മാത്രം മിച്ചം. ചെളി വെള്ളവും ഒക്കെ നിങ്ങളുടെ മൂട്ടിലോട്ടാ. ആശയപരമായ സംഘടന ഞങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ ആണ്. അവരെന്തോടെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് വലുത്, വ്യക്തികളല്ല. എന്നാ പിന്നെ പിണറായിയെയും ഗോവിന്ദനെയും മാറ്റുവോ? പ്രസ്ഥാനമല്ലേ നിങ്ങൾക്ക് വലുത്? അയ്യോ, മോളുടെ കാര്യത്തിൽ എന്തായി? പാർട്ടിയുടെ മോള് 29-ാം തീയതി വീണ്ടും പോണം ചേച്ചിക്ക്. ഞങ്ങൾ ഇറ്റ്സ് ഓക്കെ അല്ല, ഒന്നും അവര് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒറ്റ സ്റ്റെപ്പ് വിളിച്ചു. ഒറ്റ സ്റ്റെപ്പിൽ 772 ചോദ്യം ചോദിച്ചപ്പോഴും അതിനൊന്നും എനിക്കറിയത്തില്ല എന്ന് മറുപടി പറയാത്ത കാര്യങ്ങൾ ചേച്ചി പറയും. അവരുണ്ടാക്കിയ കമ്പനിയെ കുറിച്ച് അവർക്ക് ഉത്തരം പറയാൻ അറിയാത്ത ചേച്ചിയുടെ മനസ്സിൽ അറിവില്ല. എന്താ ആൽസൈമേഴ്സ് പിടിച്ചോ? അല്ല അങ്ങ് മറന്നു പോകാനായിട്ട്. ഇങ്ങോട്ട് ചെളിവെള്ളം ഇത് ഞങ്ങൾക്ക് ലാബിൽ കൊടുത്ത് പരിശോധിച്ച് സർക്കാരിന് കൊടുക്കാനുള്ളതാണ്. ഞങ്ങൾ വൃത്തിയിട്ട ഇനി സമരത്തിന് മറ്റേ തോട്ടില് വെള്ളം എടുത്തിട്ട് വന്നാണല്ലേ വെള്ളം 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 ഓരോരോ ആന്തങ്ങള് ഒലിക്കടമൂട്. ഒലക്കര